ഹായ് ഓൾ, വെൽക്കം ടു അനദർ വീഡിയോ. രാവിലെ തന്നെ വളരെ ഹാപ്പി ആയിട്ട് ഒരാൾ എഴുന്നേറ്റിരിക്കുകയാണ്. ഇന്ന് അവൻ്റെ നൂലുകെട്ടാണെന്ന് ഏതോ അറിയുന്ന പോലെ അല്ലേ? പിന്നെ ഞാനും. UK-യിലാണെങ്കിലും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളും പിന്നെ കുറച്ച് ഓർഡർ വെച്ചതുമൊക്കെ ആയിട്ട് മാക്സിമം ഒരു ട്രഡീഷണൽ ടച്ച് ഡെക്കറേഷന് കൊണ്ടുവരാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുങ്ങലായി, പൊട്ടു തൊട്ടു, സിന്ദൂരം തൊട്ടു, അങ്ങനെ എല്ലാം കൂടി കുറച്ച് ആർഭാടായോ? പിന്നെ കുഞ്ഞു ബേബീനെ ഒരുക്കലായി. അപ്പോഴേക്കും ഓരോരോ ഗസ്റ്റുകളൊക്കെ ആയിട്ട് വന്നു തുടങ്ങിയിരുന്നു. അധികം ആരുമില്ല, ഒരു 4-5 ഫാമിലീസ്. നമ്മൾ UK-യിൽ വന്നതിന് ശേഷം എപ്പോഴും ഏതൊരു ചടങ്ങ് വീട്ടിൽ നടക്കുകയാണെങ്കിലും ഈ ഫാമിലീസൊക്കെ തന്നെയാണ് ഉണ്ടാവാറ്. അതിൽ ഒരു ഫാമിലി മാത്രം ഇത്തവണ മിസ്സിങ് ആണ് കേട്ടോ. അങ്ങനെ പിന്നെ അവനെ അവൻ്റെ ആൻറ്റിമാരുടെ അടുത്തേക്ക് വെച്ച് കൊടുത്തു. അവരവനെ കുഞ്ഞിമുണ്ടും ഒക്കെ ഉടുപ്പിക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ അതൊക്കെ എടുത്ത് ചെക്കൻ കുട്ടപ്പനായി. ബേബിയുടെ ഫസ്റ്റത്തെ ഗെറ്റ് റെഡി വിത്ത് മീ ആയിരുന്നു അപ്പോൾ അത് അല്ലേ? അങ്ങനെ ബേബിക്ക് പൊട്ടുകുത്തി. നാട്ടിൽ നിന്ന് കൊറിയർ വന്നിട്ടുള്ള കാരണം നമ്മളുടെ കോസ്റ്റ്യൂമൊക്കെ സെറ്റായിരുന്നു. പക്ഷേ എൻ്റെ അദ്വിക്ക് മോനെ ഇഷ്ടപ്പെട്ടില്ല മുണ്ടെടുക്കാനായിട്ട്. പിന്നെ അവനധികം നിർബന്ധിച്ചില്ല. പിന്നെ ചന്ദനം തൊട്ടു. കല്ലിലരച്ച ചന്ദനമായതുകൊണ്ട് തന്നെ നല്ല കുളിർമയായിരുന്നു അത് തൊടുമ്പോൾ. ചന്ദനം തൊടാൻ ഇഷ്ടമുള്ളവരെയൊക്കെ അത് തൊടിയിച്ചു. കുഞ്ഞു ബേബിക്ക് വേണ്ടി അവൻ്റെ പ്രിയപ്പെട്ടവർ നാട്ടിൽ നിന്ന് അയച്ചതും പിന്നെ ഇവിടെയുള്ളവർ തന്നതുമായിട്ടുള്ള ഗിഫ്റ്റ്സൊക്കെയാണ് ആ കാണുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പേരിടൽ ചടങ്ങ് ആ സെറിമണിയിലേക്ക് കടക്കുകയായി കേട്ടോ. അപ്പോൾ ഓൾ സെറ്റ്. ഡെക്കറേറ്റ് ചെയ്തത് ഇഷ്ടപ്പെട്ടോ? അതിൻ്റെ ഒരു വീഡിയോ അടുത്ത് തന്നെ വരുന്നുണ്ട്. കുഞ്ഞിൻ്റെ വലത്തെ ചെവിയിൽ നമ്മൾ ആദ്യമായിട്ട് അവൻ്റെ പേര് വിളിച്ചു. അച്ഛൻ, അമ്മ, പിന്നെ ബ്രദറും. നാട്ടിലാണെങ്കിൽ അമ്മൂമ്മ, അപ്പൂപ്പൻ എല്ലാവരും അങ്ങനെ ചെയ്യും. പിന്നെ അവന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ്സ് ഓരോരുത്തരായിട്ട് ഇട്ട് കൊടുത്തു. അരഞ്ഞാണം, മാല, വള, അങ്ങനെ. പറയാൻ മറന്നു, ചരട് കെട്ടി ആദ്യം. ഈ ഫാമിലീസൊക്കെ തന്നെ കൂടെയുള്ളത് കൊണ്ടാണ് ഈ ചടങ്ങുകളും എല്ലാ കാര്യങ്ങളും ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. എനിക്ക് വളരെ ബ്ലെസ്ഡ് ആയിട്ട് തോന്നിയൊരു മൊമെൻ്റ് ആയിരുന്നു അത്. എന്നീ നിമിഷം നമ്മൾ ഏറ്റവും അധികം മിസ് ചെയ്യുന്നത് അമ്മേനെയും ഫാമിലീനെയും ഒക്കെ തന്നെയാണ്. പക്ഷെ ഇവരൊക്കെ കാരണം നമ്മൾ ഒരു ലിമിറ്റ് വരെ ഓക്കെയാണ്. പിന്നെ മോനാണെങ്കിലും ആ സമയത്തൊന്നും കരയെ വാശി പിടിക്കുകയൊന്നും ചെയ്തില്ല. വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. ആടയാഭരണങ്ങളൊക്കെ ഇഷ്ടമായെന്ന് തോന്നുന്നു. ഞങ്ങളോടൊപ്പം തന്നെ അന്ന് അവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്തു. ആ പ്രോഗ്രാം അങ്ങോട്ട് കളർഫുൾ ആക്കിയെന്ന് പറയാം. ഇനിയും നമ്മൾ നെയിം റിവീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ ഗെയിം പോലെയാണ് സെറ്റ് ചെയ്തത്. എല്ലാ പേരുകളും നമ്മളൊരു സെലക്ട് ചെയ്തിട്ടുള്ള പേരുകളെല്ലാം ഒരു വൈറ്റ് ബലൂണിൽ എഴുതി ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു. അതിൽ നിന്നും മോൻ്റേതല്ലാത്ത പേരുകൾ ഒക്കെ നമ്മൾ ഇങ്ങനെ ഓരോന്നായിട്ട് പൊട്ടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ യാത്തിക്ക് പൊട്ടിച്ചു, പിന്നെ ശ്രീദ്വീക്, പിന്നെ സാൻവിക്, നൈതിക്, അങ്ങനെ ഫൈനലി ദൈവിക് നാഥ് എന്നാണ് മോനിട്ട് പേര്. ആദ്യത്തെ മോൻ്റെ പേര് അദ്വിക് നാഥ്, രണ്ടാമത്തെ ആള് ദൈവിക് നാഥ്. ഇഷ്ടമായോ? അങ്ങനെ ചടങ്ങുകളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇവിടെ സമ്മറാണെങ്കിലും ചില ദിവസങ്ങളൊക്കെ നല്ല ക്ലൗഡി അല്ലെങ്കിൽ റെയിനി അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ അന്ന് നല്ല സണ്ണി ഡേ ആയിരുന്നു. പിന്നെ ഓരോരോ ഫാമിലി സെഷൻസായി. ഫോട്ടോ. പിന്നെ അടുത്തത് കുറച്ച് വിഭവങ്ങളൊക്കെ ആയിട്ട്
നല്ലൊരു സദ്യ, പാലട പ്രഥമൻ, അങ്ങനെ എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ വെച്ചതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ?